വളരെ തയ്യാറെടുപ്പോടുകൂടി പറയേണ്ടതായ ഒരു പ്രഭാഷണത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിനൊരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ തേയ്മാനം, എല്ല് തേയ്മാനം, കാൽമുട്ട് തേയ്മാനം, പിന്നെ ഡിസ്ക് തേയ്മാനം എന്നൊക്കെ സ്കാനിങ് റിപ്പോർട്ട് വരെയൊക്കെ നോക്കിയിട്ട് പല ഡോക്ടർമാരും രോഗികളോട് പറയാറുണ്ട്. എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പറയും എല്ല് തേയ്മാനമാണ്. കാൽമുട്ട് നീര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി എക്സ്റേ എടുത്ത് നോക്കണം. നമുക്ക് ഈ സന്ധിബന്ധങ്ങളിൽ അവ്യക്തമായൊരു ചിത്രമാണല്ലോ വരിക. കാരണം അവിടെ ഒരു പിക്ചർ ക്ലിയർ ആവില്ല, നീരുള്ളതുകൊണ്ട്. ഇത് അവ്യക്തമായി കാണുന്നപ്പോൾ ഡോക്ടർ പറയും നോക്കിയിട്ട് എല്ല് തേയ്മാനമാണെന്ന് പറയും. ഈ എല്ല് തേയ്മാനം കൂടുതലായി വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വേറൊരു വശം കൂടി നമ്മൾ ചിന്തിക്കണം. കാലിന് മുട്ടൻ നീര് കൂടുതൽ വരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലികളും ഭക്ഷണക്രമവും നമ്മുടെ ആളുകൾക്കൊക്കെ സാമ്പത്തികമായി വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ കിട്ടുകയല്ലേ, വാരി വലിച്ച് തിന്നുന്നു. ഇങ്ങനെ തിന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ എന്താക്കും, ശരീരത്തിന് ദുർമേധസ്സാക്കി അമിതമായ ഭാരം കൂട്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിന് അപ്പുറത്തുള്ളൊരു ഭാരം ശരീരത്തിൽ വരുത്തി തീർക്കുന്നത് നമ്മുടെ അനിയന്ത്രിതമായ ഭക്ഷണം, സുഖലോലുപതമായ ജീവിതം, യാതൊരു വ്യായാമവും ഇല്ല. എപ്പം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. ഏത് രീതിയിലും ഫാറ്റി ഫുഡുകൾ നമുക്ക് ഇഷ്ടംപോലെ ലഭ്യമാണ്. ഫാസ്റ്റ് ഫുഡുകളുടെ കാര്യം നോക്കിയേ വേണ്ട. ഇതെല്ലാം എടുത്ത് കഴിച്ച് നമ്മൾ മിതമായ തടി വെക്കുന്ന സമയത്ത് ഈ തടിയെ താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ കാലിന് ജോയിന്റ് ഉണ്ടാവില്ല. ഇത് പിന്നീട് എന്താക്കും, അത് ജോയിന്റിന് നീര് വരും. ഈ നീരാണ് ഇവിടെ പെയിനായി മാറും. ഈ വേദന വരുന്ന സമയത്ത് ഇവർ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടർ അത് നോക്കിയിട്ട് പറയുന്നത് ഇത് എല്ല് തേയ്മാനമാണ് പറയും. ഇവിടെ സംഭവിക്കുന്ന എല്ല് തേയ്മാനം വരുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. എല്ല് തേയുന്ന സാധനമല്ല, എല്ല് തേയില്ല. എല്ല് തേഞ്ഞതായ ഒന്നും ഉണ്ടാവില്ല. എല്ല് തേഞ്ഞ് കഴിഞ്ഞാൽ തമ്മിൽ മുട്ടിയവനെ തേയുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഘർഷണം ചെയ്തത് തേയും. ഘർഷണം ചെയ്യുന്നതിന് തേയോ? ഇല്ലല്ല. ഒരു ഇഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഓയിലുണ്ട്. ഈ ഓയിൽ ഇല്ലെങ്കിൽ ഇഞ്ചിൻ ആകെ ഉരുകിപ്പോവില്ലേ? എല്ല് തേയ്മാനം വന്നതെന്ന് പറഞ്ഞാൽ എല്ല് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം തേഞ്ഞ് നോക്കിയാൽ മതി. തമ്മിൽ എല്ല് മുട്ടും ജോയിന്റിന്. ഒരു മാസം നിൽക്കുമോ? ഒരു മാസം കൊണ്ട് എല്ല് തീർന്നു പോയില്ലേ? അപ്പം അതുകൊണ്ട് എല്ല് തേയ്മാനത്തെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. എല്ല് തേയ്മാനത്തിന് വേണ്ടി ചികിത്സിക്കാനും വേണ്ട. അവിടെ എല്ല് തേയ്മാനം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജോയിന്റിൽ വേറൊരു കാർട്ടിലേജ് അവിടെ കയറ്റിയിട്ട് നിങ്ങളെ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിച്ച് അവരെന്തോ കുറച്ച് സ്റ്റീലും റാഡും വെച്ച് നിങ്ങളെ ഒരു ഫോറിൻ ബോഡിയിലേക്ക് കയറ്റി നിങ്ങളുടെ എല്ല് തേയ്മാനം പരിഹരിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു 4 ലക്ഷം ഉറുപ്പിനെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിന് പകരമായി നമ്മൾ ആ നീരിനെ അവിടെ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ഒഴിച്ചിലുണ്ട്. ആ ഒഴിച്ചിലിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആ വിശദമായി പറയുമ്പം ആദ്യം നമ്മൾ ഒരു ഒഴിച്ചിൽ നടത്തുമ്പം അതിന് ആ പോയിന്റിലുള്ള ചില പ്രഷർ കൊടുക്കാൻ പറ്റുന്ന ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റ് കാലിൻ്റെ തൊടലിൻ്റെ ഉള്ളിൽ മുട്ടിന് ഉള്ളിലായിട്ടൊരു ഭാഗമുണ്ട്. വളരെ സോഫ്റ്റ് ടിഷ്യൂ. 2 കാല് തമ്മിൽ ചേരുന്ന ഭാഗം, 2 കാലും തമ്മിൽ മുട്ടി നിൽക്കുന്ന ഭാഗം. പുറമേയുള്ള യാതൊരു സാധനവും അവിടെ തട്ടില്ല. അത്രയും സുരക്ഷിതമായൊരു മർമ്മസ്ഥാനമാണ്. അവിടെ നിങ്ങൾ പ്രഷർ കൊടുക്കാതെ ബാക്കി മുട്ടിന് സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ അമർത്തി അപ്പം വിരൽ കൊണ്ട് അമർത്തിയിട്ട് നിങ്ങൾ മുകളിലോട്ട് ഊടി, എല്ലാവരും കീഴോട്ട് മുകളോട്ട് ഒഴിയാൻ വേണ്ടിയിട്ട് അതിന് ഓയിൽ എന്തെങ്കിലും ചേർക്കാം. അതിനുവേണ്ടി നമുക്ക് മഹാനാരായണ തൈലം ചേർക്കാം, കാർപ്പസാസ ഉപയോഗിക്കാം, കർപ്പൂര തൈലം ഉപയോഗിക്കാം, ഓയിൽ എന്തായിക്കോട്ടെ. പക്ഷെ ഉപയോഗിക്കുന്ന ആ തേക്കുന്ന കൈയും തേക്കുന്ന ആളുടെയും ഒഴിച്ചിലുള്ള ആളുടെയും കഴിവ് പോലെ ഇരിക്കും ആ നീര് പോലെ. അവിടെ എന്ത് തൈലം തേച്ചു നിങ്ങൾ ചിന്തിക്കുക വേണ്ട. ഇന്ന കമ്പനിയുടെ തൈലം എന്ന് ഞാൻ പറയുന്നില്ല. അതിനൊന്നും പ്രാധാന്യമില്ലാത്ത, ഞങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാത്ത തേക്കുന്നവൻ്റെ കഴിവും അവൻ്റെ പ്രാവീണ്യമാണ് ഈ ഒഴിച്ചിലിൻ്റെ പ്രധാനം. അപ്പം നിങ്ങൾ എന്താക്കണം, ആ ഒഴിഞ്ഞു വരുന്ന സമയത്ത് ആ മുട്ടിൻ്റെ ഒരു ഉൾഭാഗത്തിൻ്റെ സൈഡിൽ നമുക്ക് 1 ഇഞ്ച് സൈഡിലേക്ക് ആക്കിയിട്ട് അവിടുന്ന് മുകളിലേക്ക് ഈ അപ്പം വിരൽ മുകളിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ കാലിൻ്റെ ഇടുപ്പിൽ കൊണ്ടുപോയി നിർത്തണം. അത് 2 ഭാഗത്തും ഈ കാലിൻ്റെ മുട്ടിന് എവിടെയാണ് വേദന വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നിങ്ങൾ എന്താക്കുക, ഉള്ളിലേക്ക് നമ്മൾ ഈ തേച്ചത് ഉള്ളിലേക്ക് വലിച്ചു കിടക്കുക. നേരെ തുടർന്ന് മുകളിലോട്ടേക്ക് നേരെ പിടിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ ഈ മുൻഭാഗത്തുണ്ടാവില്ലേ, നമ്മൾ ഈ തുടയുടെ മുൻഭാഗം മോൾ ഭാഗം അവിടെ വന്ന് മുട്ടിക്കുക. ഈ ഒഴിയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി ഭാഗത്തൊക്കെ നല്ലോണം സമ്മർദ്ദം കൊടുത്ത് നല്ലോണം നീരിളക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറോളം നിങ്ങൾ അത് ഒഴിച്ചിൽ ചെയ്യണം. ആ ഒഴിച്ചിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ചെയ്താൽ പോരെ, ഒരാളെ കൊണ്ട് ചെയ്യിച്ചോ. അങ്ങനെ ചെയ്തിട്ട് ആ നീര് പോയി കഴിഞ്ഞിട്ട് ഒന്ന് എക്സ്റേ എടുത്ത് നോക്ക്. ആ എല്ല് തേയ്മാനം പറഞ്ഞ ഡോക്ടറെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കുക. എല്ല് തേയ്മാനം ഉണ്ടോ എന്നുള്ള അയാൾ പറയട്ടെ. അത് ആദ്യം കൊടുത്തത് കൈമരക്ഷമൊക്കെ കാണിച്ചു കൊടുക്കരുത്. വേറെ എക്സ്റേ എടുത്തിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. എക്സ്റേയിൽ നോക്കുമ്പോൾ നീര് പോയി കഴിഞ്ഞാൽ എല്ല് തേയ്മാനം മാറി. ഇതാണ് പരിപാടി. നീരെടുത്തിട്ട് എല്ല് തേയ്മാനം മാറി എന്ന് പറയുന്ന ഒരു മാജിക് റെമഡിയാണ് ഇന്ന് നടത്തുന്ന എല്ലാ ഓപ്പറേഷൻ്റെ പിന്നിലും. ജോയിന്റ് തേഞ്ഞു പോയി അതിന് പകരം വേറൊരു സ്റ്റീലിൻ്റെ റാഡ് കയറ്റിയേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ തേടുന്നത് ആളുകളെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ചില ഡോക്ടർമാർ നോക്കിയിട്ട് സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് ഒരു ഞരമ്പ് അവിടെ പണിഞ്ഞിക്കണമെന്ന്. ഈ സാധാരണ സ്കാനിങ്ങിനൊന്നും ഞരമ്പ് പണിഞ്ഞൊന്നും കാണില്ല, വെറുതെ ചുമ്മാ പറയുക.
അതിലൊന്നും കഴമ്പില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ല് തേയ്മാനത്തിൻ്റെ ചികിത്സ തേടുന്നത് ശരിക്കും നല്ല ഒഴിച്ചിലറിയുന്ന ആളുകൾ, ദ്രാവിഡ ഒഴിച്ചിലുണ്ട് മേലോട്ട് ഒഴിയൽ, ആ ഒഴിയണന് വേറെ മാർഗ്ഗങ്ങളുണ്ട്. ആദ്യം ശിരസിൽ നിന്ന് തുടങ്ങി കീഴ്പോട്ട് കൊണ്ടുവന്ന് അതിന് ഒരു റൂട്ടുണ്ട്. ആ നട്ടലിലൂടെ വന്ന് അത് നേരെ ചന്തിയിലൂടെ വന്ന് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടുന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് കാലിൻ്റെ തുടൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഈ കാലിന് മുട്ടിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നേരെ നിര്യാണി കയറി മടമ്പ് കയറി അവിടുന്ന് നേരെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് അവസാനിപ്പിച്ചു. അവിടുന്ന് തിരിച്ച് മുകളോട്ട് ഒഴിയുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ പറയപ്പെടുന്ന ഈ ഉൾഭാഗത്തുള്ള ഈ തുടൻ്റെ ഉള്ളിൽ എല്ലിൻ്റെ ഭാഗത്ത് രോമം പോലും ചാഞ്ഞു പോകരുത് എന്ന ഭാഗമുണ്ട്. അതായത് കീഴ്പോട്ട് ഒഴിയുമ്പോൾ മേലോട്ട് ഒഴിയുമ്പോൾ അവിടെ വളരെ സോഫ്റ്റായിട്ട് തൊടാൻ പാടില്ല, അവിടെ വളരെ തൊട്ട് കൊടുക്കാൻ അത് അവിടെ അമർത്തി ഒഴിയാൻ പാടില്ല. ബാക്കി സൈഡിലുള്ള രണ്ട് പുറം സൈഡും നല്ലോണം കൈ അപ്പം വിരലിട്ട് നല്ല തിരിച്ച് ഉടച്ചെടുക്കണം. നീരിനെ ഉടക്കണം, നീരിനെ അടച്ച് പുറത്ത് തടിക്കണം കേട്ടോ. നീര് പുറത്ത് പോയിക്കോളും കേട്ടോ.